ദ ഷിപ്പ് ഓഫ് തെസിയൂസ്. ഐഡന്റിറ്റിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച തത്വചിന്താപരമായ പ്രഹേളികകൾ ഉയർത്തിവിടുന്ന ഒരു ക്ലാസിക് പാരഡോക്സ് ആണത്. എന്താണ് പാരഡോക്സ്? ശരിയെന്ന് തോന്നുന്ന ഒരു പ്രമേയത്തിൽ ആരംഭിക്കുകയും തുടരന്വേഷണത്തിൽ അതിൻ്റെ പരിസമാപ്തിയിൽ ശരിയെന്ന് കരുതിയിരുന്ന പ്രമേയത്തിൽ വൈരുദ്ധ്യങ്ങൾ വന്നുചേരുകയും ചെയ്യുന്നതിനെയാണ് തത്വചിന്തയിൽ പാരഡോക്സ് എന്ന് പറയുന്നത്. എന്താണ് ദ ഷിപ്പ് ഓഫ് തെസിയൂസ്? പ്ലൂട്ടാർക്ക് എന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് തെസിയൂസ് പാരഡോക്സിനെ കുറിച്ച് ആദ്യമായി എഴുതിയത്. ഏഥൻസിലെ രാജാവായ തെസിയൂസ് കടലിലൂടെ ദീർഘമായ ഒരു യാത്ര പോകുന്നു. വളരെയേറെ വർഷങ്ങൾ നീണ്ട യാത്ര. യാത്രയിലുടനീളം പലപ്പോഴായി കപ്പലിലെ പഴകിയ പലകകൾ ഓരോന്നായി അവർ പൊളിച്ച് കടലിൽ ഉപേക്ഷിക്കുകയും അവയുടെ സ്ഥാനത്ത് പുതിയ പലകകൾ ഉപയോഗിച്ച് പുനർനിർമ്മിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ തെസിയൂസും കൂട്ടരും കരയ്ക്കടുത്തപ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ പലകകളും പുതുക്കി കഴിഞ്ഞിരുന്നു. അവർ പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു പലക പോലും കപ്പലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്ലൂട്ടാർക്ക് ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്: തെസിയൂസ് പുറപ്പെട്ടപ്പോൾ ഉപയോഗിച്ച കപ്പലും അദ്ദേഹം കരയ്ക്കടുത്തപ്പോൾ ഉപയോഗിച്ചിരുന്ന കപ്പലും ഒന്നു തന്നെയാണോ? ആണെങ്കിൽ അല്ലെങ്കിൽ അത് എങ്ങനെ? പുറപ്പെട്ടിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്നതായ ഒരു ഭാഗം പോലും കപ്പലിൻ്റേതായി അവശേഷിച്ചിരുന്നില്ല എങ്കിൽ എങ്ങനെയാണ് അത് പഴയ കപ്പലായി തന്നെ തുടരുക? ഐഡന്റിറ്റിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തത്വമാണ് മിറിയോളജിക്കൽ തിയറി ഓഫ് ഐഡന്റിറ്റി അഥവാ MTI. ഐഡന്റിറ്റിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു നിബന്ധനയായി അത് മുന്നോട്ട് വയ്ക്കുന്നത് സെയിംനെസ് ഓഫ് പാർട്സ്, ഭാഗങ്ങൾ ഒന്നു തന്നെയായിരിക്കുക എന്നതാണ്. X equal to Y if all of the parts of X are also part of Y and vice versa. ഇതനുസരിച്ച് പുറപ്പെട്ട കപ്പലും തിരിച്ചെത്തിയ കപ്പലും ഒന്നല്ല എന്ന് പറയേണ്ടി വരും. കാരണം അവയുടെ ഭാഗങ്ങളെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായിരുന്നു. അപ്പോൾ തെസിയൂസ് A എന്ന കപ്പലിൽ യാത്ര തുടങ്ങി ഒടുവിൽ B എന്ന കപ്പലിൽ തിരിച്ച് കരയ്ക്കണഞ്ഞു എന്ന് പറയേണ്ടി വരും. അവിടെയും പ്രശ്നം തീരുന്നില്ല. കാരണം ഒരിക്കൽ പോലും തൻ്റെ കപ്പൽ ഉപേക്ഷിച്ച് മറ്റൊരു കപ്പലിലേക്ക് തെസിയൂസ് പ്രവേശിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം A എന്ന കപ്പലിൽ സഞ്ചരിച്ച് B എന്ന കപ്പലിൽ തിരിച്ചെത്തി എന്ന് പറയാൻ സാധിക്കുക? 17-ാം നൂറ്റാണ്ടിൽ തത്വചിന്തകനായ തോമസ് ഹോബ്സ് ചില കൂട്ടിച്ചേർക്കലുകളിലൂടെ ഈ പാരഡോക്സിനെ ഒന്നുകൂടി വികസിപ്പിക്കുന്നുണ്ട്. തെസിയൂസ് ഉപേക്ഷിക്കുന്ന മരക്കഷ്ണങ്ങൾ വെള്ളത്തിൽ നിന്ന് അവരെ പിന്തുടരുന്ന കപ്പൽ ഛേദത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾക്ക് ലഭിക്കുകയും അവർ പടിപടിയായി അതിൽ നിന്ന് ഒരു കപ്പൽ നിർമ്മിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക. ഈ പഴയ കപ്പൽ തടികൾ കൊണ്ടുണ്ടാക്കിയ കപ്പലും തെസിയൂസിൻ്റെ കപ്പലും ഒരു തുറമുഖത്തേക്ക് വന്നു ചേരുന്നു. അപ്പോൾ ഏതാണ് തെസിയൂസിൻ്റെ ശരിക്കുമുള്ള കപ്പൽ? ഒന്ന്, തെസിയൂസിൻ്റെ കപ്പൽ പുറപ്പെട്ടപ്പോൾ അത് ഉണ്ടാക്കിയിരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ അതേപോലെ ഉള്ള ഒരു കപ്പലാണ്. MTI അനുസരിച്ച് ഇതായിരിക്കണം തെസിയൂസിൻ്റെ കപ്പൽ. അപ്പോൾ തെസിയൂസ് മറ്റൊരു കപ്പലിലാണോ തിരിച്ചെത്തിയത്? അദ്ദേഹം തൻ്റെ കപ്പൽ വിട്ട് മറ്റൊരു കപ്പലിൽ കയറിയിട്ടില്ല എന്നിരിക്കെ ഇത് എങ്ങനെയാണ് സാധ്യമാവുക? ഏതാണ് ശരിക്കും തെസിയൂസിൻ്റെ കപ്പൽ? ഈ ഒരു പാരഡോക്സ് കപ്പലുകളെ മാത്രം സംബന്ധിക്കുന്ന ഒന്നല്ല എന്ന് വ്യക്തമാണ്. അത് ഐഡന്റിറ്റിയെ സംബന്ധിക്കുന്ന സങ്കീർണമായ നിരവധി ചോദ്യങ്ങളെ, പ്രഹേളികളെ, പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ സ്വത്വം, വ്യക്തിത്വം, ഐഡന്റിറ്റി ഇതൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഒരാളുടെ മാറ്റമില്ലാത്ത ഘടനയാണോ അതിൻ്റെ അടിസ്ഥാനം? അങ്ങനെയെങ്കിൽ ഒരാളുടെ ഒരു അവയവം നഷ്ടപ്പെട്ടാൽ, അയാളുടെ മുടി നഷ്ടപ്പെട്ടാൽ അയാളല്ലാതായി തീരുമോ? അയാളുടെ വ്യക്തിത്വം മറ്റൊന്നായി തീരുമോ? അതോ ഇനി ഒരാളുടെ വ്യക്തിത്വം അയാളുടെ മനസ്സും ചിന്തകളുമായി ബന്ധപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ടാൽ ഒരാളുടെ ഐഡന്റിറ്റി, വ്യക്തിത്വവും നഷ്ടപ്പെടുമോ? ഐഡന്റിറ്റി ഇങ്ങനെ ബഹുവിധമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.
തെസിയൂസിൻ്റെ കപ്പലിനെ സംബന്ധിച്ച പാരാഡോക്സ് ഇത്തരം പ്രശ്നങ്ങളിൽ അതിൻ്റെ ചർച്ചകളിൽ ഇന്നും നിരന്തരം ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്.